ഹലോ SLC മക്കളെ, നിങ്ങളെ 2025 മാത്സിന്റെ പബ്ലിക് എക്സാം കഴിഞ്ഞു. എങ്ങനെ ഉണ്ടായിരുന്നു നിങ്ങളുടെ പേപ്പർ? നിങ്ങൾ എല്ലാവരും കമന്റ് ചെയ്യുക. ഞാൻ പേപ്പർ ഇപ്പോൾ കിട്ടി സോൾവ് ചെയ്ത് ധൃതി പിടിച്ച് നിങ്ങൾക്ക് വേണ്ടി ആൻസർ കീ ചെയ്യാണ്. എങ്ങനെ ഉണ്ടായിരുന്നു നിങ്ങളുടെ ഓണസ്റ്റ് ഫീഡ്ബാക്ക് പറയാം. ആൻഡ് നിങ്ങൾ 2 ലൈവ് 10 മണിക്കൂറിന് 5 മണിക്കൂർ പോയവർക്കും കൂടെ എങ്ങനെ ഉണ്ടായിരുന്നു, യൂസ്ഫുൾ ആയെന്നുള്ള കാര്യം പറയാം. മക്കളെ, ഞാനിവിടെ ആൻസർ കീ പറയുന്നതിനോടൊപ്പം ഒരു കാര്യം നിങ്ങളോട് തെളിയിച്ച് കാണിക്കണമെന്ന് വെച്ചാൽ ഈ 2 ലൈവ് ഞാൻ കുറേ ലൈവ് എല്ലാം കാണണം, വർഷം മൊത്തം കാണണം എന്നല്ല പറയും. ഈ 2 ലൈവ് ഈ പ്രാവശ്യത്തെ എക്സാം പേപ്പർ ഞാൻ നോക്കിയപ്പോൾ നിങ്ങൾക്ക് ഇതൊരു പോളൊക്കെ കണ്ടിട്ടുണ്ട്. കുറേ ആൾക്കാർ ഈസിയാണ് പറയുന്നത്, കൂടുതൽ മീഡിയം ആൻഡ് പൊതുവെ കുറച്ച് ഡിഫിക്കൽട്ട്. പൊതുവെ എല്ലാ പേപ്പറും ഒരു മീഡിയം ടു ഡിഫിക്കൽട്ട് ലെവലാണ്, എല്ലാവരും ഡിഫിക്കൽട്ടാണ് പറയാറ്. പക്ഷേ ഈ പേപ്പർ അത്യാവശ്യം ഈസി ആയിരുന്നു. നമുക്ക് ആകെ 1-2 ടഫ് ക്വസ്റ്റ്യനൊക്കെ ഭയങ്കര ടഫ് കണ്ടിട്ടുള്ളൂ. ബാക്കിയെല്ലാം ഒരു ഈസി ടു മീഡിയം ക്വസ്റ്റ്യൻ ആണ്. ചിലപ്പോൾ നിങ്ങൾ ടൈം മാനേജ്മെന്റ് ഒക്കെ ബുദ്ധിമുട്ടായിട്ടുണ്ടാവും. എൻ്റെ വീഡിയോ കണ്ടുപോയപ്പോൾ അറിയാം. ഇനി മക്കളെ, ഈ 5 hour ഈ 10 hour നന്നായിട്ട് കണ്ട് പഠിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഗ്യാരണ്ടിയാണ് നിങ്ങൾക്ക് ഞാൻ സ്ക്രീൻഷോട്ട് വെച്ച് കാണിച്ചു തരും ഓരോ ക്വസ്റ്റ്യൻ ആൻസർ ചെയ്തത്. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കുക, ഈ 2 ലൈവ് കണ്ടു പോയിട്ടുണ്ടെങ്കിൽ, അലൻസാറിന്റെ ലൈവ് കണ്ടുപോയിട്ടുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് A+ അല്ല ഫുൾ മാർക്ക് കിട്ടും. ഫുൾ മാർക്ക് കിട്ടുക, ഞാൻ വെറുതെ പറയല്ല. അത് മൊത്തം കണ്ട് പഠിച്ചു പോകണം. വെറുതെ കണ്ടാൽ പോരാ. അപ്പം അതിനുള്ള എവിഡൻസ് ആയിട്ടാണ് വന്നിരിക്കുന്നത്. സോ നിങ്ങൾക്ക് ആർക്കും വിഷമം തോന്നരുത്. ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഞാൻ സ്ക്രീൻഷോട്ട് വെക്കും, ക്ലാസ് പറയും, എല്ലാം ഉണ്ടാവുന്നത്. അപ്പോൾ നിങ്ങൾക്ക് വിഷമം തോന്നരുത്. നിങ്ങൾക്ക് എന്തെങ്കിലും ക്വസ്റ്റ്യൻ മിസ്സായിട്ടുണ്ടെങ്കിൽ, പക്ഷേ നിങ്ങൾ പഠിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അറിയാം അവിടെ നിന്നെല്ലാം വന്നിട്ടുണ്ടെന്ന്. പിന്നെ മക്കളെ, ഈ പോയിന്റിൽ ഞാൻ എംഫസൈസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ഒരു കാര്യമുണ്ട്. നിങ്ങൾ എല്ലാവരും അറിയണം, +1 ബാച്ച്. നിങ്ങൾ ബാച്ചിൽ ജോയിൻ ചെയ്യണമെന്നല്ല പറയുന്നത്. നിങ്ങൾക്ക് ഈ 10 മണിക്കൂർ 5 മണിക്കൂർ ലാസ്റ്റ് 2 ദിവസത്തെ പഠിപ്പ് നടന്ന് +1 നിങ്ങൾക്ക് A+ അല്ല പാസ് ആവുന്നതിനെ കഷ്ടിച്ചേ പറ്റുള്ളൂ. നിങ്ങൾ +1 ചേട്ടന്മാരോടും ചോദിക്കും, നിങ്ങൾ +1 ഏതെങ്കിലും സീനിയേഴ്സ് ഈ വീഡിയോ കാണുന്നത് പറഞ്ഞു കൊടുക്കുക. 1-2 ദിവസത്തെ ലൈവ് കണ്ട് നിങ്ങൾക്ക് ഇവിടെ ഇപ്പോൾ A+ മേടിക്കാൻ പറ്റായിരിക്കും SLC, പക്ഷേ +1 നിങ്ങൾക്ക് പാസ് ആവുന്നതിനെ കഷ്ടമാണ്, ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോൾ നിങ്ങൾ ബാച്ചിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ട്. നമ്മുടെ ക്ലാസ് യൂസ്ഫുൾ ആണ്. ഈ പ്രൂഫ് കണ്ടിട്ട് നിങ്ങൾക്ക് തോന്നുകയാണ് അലൻ സാർ പറയുന്നത് മാത്സ് എക്സാമിൽ വരുന്നു, എക്സാമിനർ ഫാക്കൽറ്റീസ് പറയുന്നത് വരുന്നെങ്കിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം. നിങ്ങൾക്ക് സയൻസ് ബാച്ച് ഉണ്ട്, കോമേഴ്സ് ബാച്ച് ഉണ്ട്, നീറ്റ് ബാച്ച് ഉണ്ട്, JEE ബാച്ച് ഉണ്ട്. എല്ലാം ഓൺലൈനാണ്, വളരെ അഫോർഡബിൾ ആണ്. നിങ്ങൾക്ക് ഒരു വർഷത്തേക്ക് വരുന്ന 6000 rupees ആണ് ഫീസ് വരുന്നത്. ഇത് ഇൻക്ലൂഡിങ് സ്റ്റഡി മെറ്റീരിയൽസ് ആണ്. ബുക്കും കിട്ടും വീട്ടിലേക്ക്. ജോയിൻ ചെയ്യണ താഴത്തെ നമ്പറിലേക്ക് ഇപ്പം തന്നെ വിളിക്കുക, കോൺടാക്ട് ചെയ്യുക, അഡ്മിഷൻ എടുത്തോ. നമ്മൾ അഡ്മിഷൻ സ്റ്റാർട്ട് ചെയ്തതിൻ്റെ ക്ലാസ് ഉടൻ തന്നെ സ്റ്റാർട്ട് ചെയ്ത് നിങ്ങളുടെ 10ാം ക്ലാസ് കഴിഞ്ഞാൽ. ഇനി നമുക്ക് ആൻസർ കീയിലേക്ക് കിടക്കാം. 80 മാർക്കിൻ്റെ എക്സാം എത്ര നിങ്ങൾക്ക് കിട്ടും എന്നുള്ള കാര്യം കമൻറ്റ് ചെയ്യാൻ മറക്കണ്ട. അപ്പോൾ ആൻസർ കീയിലേക്ക് വരാം. എന്താ മക്കളെ, വീണ്ടും ഞാൻ അത് പെട്ടെന്ന് ചെയ്തുകൊണ്ട് എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ പ്ലീസ് നിങ്ങൾ കമൻറ്റ്സിൽ കറക്റ്റ് ചെയ്യുക. ഞാൻ അത് പിൻ ചെയ്ത് വെക്കാം, അല്ലെങ്കിൽ ഞാൻ നിങ്ങൾക്ക് അതിൻ്റെ കമൻറ്റ് റിപ്ലൈയും കൂടി തരാം. താങ്ക് യു. അപ്പോൾ മക്കളെ, ACB മേജർ ആർക്കിൽ 70 ആണ്. അപ്പം നടുക്കിൽ എത്ര വരാം? ഈ AB മേജർ 70 ആണ്, ഇവിടെ 140 ഡബിൾ. ആൻഡ് ഈ AB എന്നുള്ളത് മേജർ ആർക്കിൽ 70 ആണെങ്കിൽ ഇവിടെയും 70, എല്ലായിടത്തും 70. അത് രണ്ടും കിട്ടിയല്ലോ. അതിൻ്റെ സെയിം സ്ക്രീൻഷോട്ട് ഇതാ. അതിനെക്കാട്ട് എത്രയോ കോംപ്ലക്സ് ആയിട്ടുള്ള ക്വസ്റ്റൻസ് വരെ നമ്മൾ ചെയ്തിട്ടുണ്ട്. ഇത് നിങ്ങൾ എല്ലാവർക്കും അറിയാം, ഞാൻ പഠിപ്പിച്ചിട്ടുണ്ട്. ഞാനല്ല ഏതൊരു ടീച്ചറും പഠിപ്പിക്കും, നിങ്ങൾക്കറിയാം. അരിത്തമെറ്റിക് സീക്വൻസിൽ കോമൺ ഡിഫറൻസ് ചോദിച്ചു, D എന്ന് പറഞ്ഞിട്ട് നമുക്ക് 5 കിട്ടി. 11th ടേം അതേപോലത്തെ ഒരു ക്വസ്റ്റൻ നോക്കിയാൽ 6th ടേം തന്നു, കോമൺ ഡിഫറൻസ് കണ്ടുപിടിക്കാൻ. 16th ടേം ചോദിച്ചു, അതേപോലെ തന്നെ ക്വസ്റ്റൻ 53 ആണെന്ന് കിട്ടിയെന്ന് വിശ്വസിക്കുന്നു. നന്നായിട്ട് എല്ലാവരും എഴുതിയെന്ന് വിശ്വസിക്കുന്നു. 1 to 20 റിട്ടേൺ ഇൻ പേപ്പർ ആൻഡ് എന്താണ് ഇറ്റ്സ് ടേക്കൺ. 20 പേപ്പർ വരെ എഴുതി. ആൻഡ് പ്രൈം നമ്പർ, മക്കളെ പ്രൈം നമ്പർ ഇടയ്ക്കിടയ്ക്ക് ഞാൻ ക്ലാസ്സിൽ പറയാറുണ്ട്. ഇവിടെ നോക്കിയതാ, ഞാൻ നിങ്ങൾക്കൊരു എക്സ്ട്രാ ഈ ക്വസ്റ്റനിൽ പ്രൈം ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ അപ്പോൾ തന്നെ പറഞ്ഞിരുന്നു പ്രൈമിൻ്റെ ചോദ്യം പഠിച്ചു വെക്കണം. ഏതൊക്കെയാണ് പ്രൈം? 2, 3, 5, 7. പൊതുവെ 10 വരെ പഠിക്കാറുണ്ട്, പക്ഷെ ഞാൻ എപ്പോഴും 25 വരെ പഠിപ്പിക്കാറുണ്ട് നിങ്ങളല്ലേ. 11, 13, 17, 19. പിന്നെന്താണ് അത് കഴിഞ്ഞിട്ടുള്ള 23 ഒക്കെ ഞാൻ പഠിപ്പിക്കാറുണ്ട്. ബാച്ചിലുള്ളവർക്ക് പ്രത്യേകിച്ച് അറിയാം. അപ്പോൾ 2/5 ടോട്ടൽ 20, 2/5. ആൻഡ് ഇവിടെ പെർഫെക്റ്റ് സ്കോർ ഇവർ 4 ആൾക്കാരാണ്, 1/5. ഏതെങ്കിലും എഴുതിയാൽ മതി. സിംപ്ലിഫൈ ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല കേട്ടോ. സിംപ്ലിഫൈ ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല. ഒരു സെക്കൻഡ്, എൻ്റെ ഐപാഡ് ഓഫ് ആവും. റെഡി. അപ്പോൾ നമുക്ക് കണ്ടിന്യൂ ചെയ്യാം. അടുത്ത ക്വസ്റ്റ്യൻ ഞാൻ പെട്ടെന്ന് ക്വസ്റ്റ്യൻസ് പറഞ്ഞു പോവാം. നമ്മുടെ L = 2R sin x. ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മളോട് ചോദിച്ചത് എന്താണ്? ഡയമീറ്റർ എന്ന് പറയുമ്പോൾ 2R അങ്ങനെ തന്നെ വെച്ചോ. അപ്പോൾ ആൻസർ എന്താ? 5.19 കിട്ടും. നിങ്ങൾ sin 50 ആണ് ഉപയോഗിക്കേണ്ടത്, അത് കിട്ടി. കോസ് ഒന്നും ഉപയോഗിക്കേണ്ട. അതേ ക്വസ്റ്റ്യൻ എന്താ ഇവിടെ പിടിച്ചോ, ചെയ്തിട്ടുണ്ട്. പിന്നെന്താ, 6 times a natural number subtracted from the square. ഇതേ സംഭവം തലേ ദിവസം ചെയ്തു. നമ്മുടെ ഈ ബ്ലാക്ക് ഈ ഡ്രസ്സ് ഇട്ടത് 10 hour ലൈവ്, മറ്റേത് 5 hour ലൈവ്. ഒരു ടോമിൻ്റെ സിഗ്നൽ എക്സാമിനറിന് അല്ലെങ്കിൽ റെഡ് ഇവിടെ ഉണ്ടെങ്കിൽ അത് 5 hour ലൈവ്, മറ്റേ 10 hour. റെഡ് കളറാണ് 10 hour ലൈവ് കേട്ടോ. ഇതുണ്ട് സെയിം ടൈപ്പ് ക്വസ്റ്റ്യൻ നമ്മൾ സോൾവ് ചെയ്യുന്നത് എഴുതാനൊക്കെ പഠിപ്പിച്ചിട്ടുണ്ടായിരുന്നു. ആൻസർ എന്താ വരിക? ആൻസർ നമുക്ക് കിട്ടുക ഇവിടെ x = +or-14. പക്ഷേ നിങ്ങൾ 17 എടുത്താൽ മതി. കാരണം എന്താണ്? നാച്ചുറൽ നമ്പർ എന്ന് പറഞ്ഞിട്ടുണ്ട്, മൈനസ് എടുക്കണ്ട. ഇത് നമുക്കൊരു സ്ലോപ്പ് കണ്ടുപിടിക്കണം, ഇക്വേഷൻ കണ്ടുപിടിക്കണം. സിമ്പിൾ, ഇതാണ് ഇക്വേഷൻ. സ്ലോപ്പ് 2 ആണ്, ഇക്വേഷൻ ഇതാണ് വരിക. അതേപോലെ എത്ര ക്വസ്റ്റ്യൻ നമ്മൾ ചെയ്തിട്ടുണ്ട്, സ്ലോപ്പ് ഇക്വേഷൻ ലൈൻ്റെ എത്ര ക്വസ്റ്റ്യൻ ചെയ്തിട്ടുണ്ട്. ജോമെട്രി ആൽജിബ്ര അത് പഠിപ്പിക്കാതെ ഞാൻ വിട്ടിട്ടില്ല നിങ്ങളെ. അരിത്തമെറ്റിക് സീക്വൻസിൽ റിമൈൻഡർ, ഇത് നമ്മൾ കഴിഞ്ഞ 2 ദിവസം ഡിസ്കസ് ചെയ്താണ്. റിമൈൻഡർ നിങ്ങൾക്ക് വിശ്വാസം ഇല്ലെങ്കിൽ ഇത് നമ്മുടെ
ഇന്നലത്തെ രാത്രിയിലെ ലൈവ് കേട്ടോ, ഇന്നലെ രാത്രിയിലെ ലൈവ് റിമൈൻഡർ ക്വസ്റ്റൻ ഒക്കെ ഇത് റിമൈൻഡർ എപ്പോഴും ഡിവൈഡ് ചെയ്യുമ്പോൾ കോമൺ ഡിഫറൻസ് വെച്ച് ഡിവൈഡ് ചെയ്യുമ്പോൾ സെയിം നമ്പറാണ് വരിക. അത് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ തിയറി ഞാൻ പഠിപ്പിക്കുന്നതാ ഇവിടെയും പഠിപ്പിക്കുന്നുണ്ട് കേട്ടോ. 5n+4 ആയിരുന്നു ഇവിടെ ക്വസ്റ്റ്യൻ. എന്തുകൊണ്ടാണ് ഈ 4 വരാൻ കാരണം 5 × n ഡിവൈഡ് ചെയ്താൽ 4 വരിക. ഓക്കെ, അതേപോലെ ഈ ക്വസ്റ്റ്യൻ എന്താണ് വരിക? ഇതിന്റെ കോമൺ ഡിഫറൻസ് 6 ആണ്. 6 വെച്ച് ഡിവൈഡ് ചെയ്ത് എപ്പോഴും 2 വരെ ഏത് ടേം ഡിവൈഡ് ചെയ്താൽ. അങ്ങനെ ആകുമ്പോൾ 176 നിങ്ങൾക്ക് ഫോർമുല ഉപയോഗിച്ചിട്ട് ചെയ്യാം, ഫോർമുല ഉപയോഗിക്കാതെ ചെയ്യാം. നിങ്ങൾ 6 വെച്ച് ഡിവൈഡ് ചെയ്താൽ റിമൈൻഡർ 2 വന്നാൽ യെസ് ആണ്, അങ്ങനെ എഴുതി വെക്കാം. അത് കുഴപ്പമൊന്നുമില്ല. നിങ്ങളുടെ എക്സാം പേപ്പറിൽ ആ പാറ്റേൺ ആണ് വരുന്നത്. ഈ ടൈപ്പ് ക്വസ്റ്റ്യൻ നമ്മൾ കുറേ ഡിസ്കസ് ചെയ്തിട്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട PD 4 ആണ് വരിക കേട്ടോ. PD 4 ആണ് വരിക. കാൽക്കുലേഷൻ ചെയ്താൽ മതി. PA, PBC, PC, PD പേരുകളൊന്നും പ്രശ്നം വരുന്നില്ല. സെയിം ടൈപ്പ് ക്വസ്റ്റ്യൻ ഇന്നലെയും മിനിയാന്നൊക്കെ ഡിസ്കസ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ആ ക്വസ്റ്റ്യൻ ഇവിടെ എന്താണ് PD കണ്ടുപിടിച്ചു. ഈ സർക്കിൾ ഇസ് ഡ്രോൺ വിത്ത് 4,3 as സെൻറ്റർ ആൻഡ് റേഡിയസ്. വാട്ട് ഇസ് ദ ഡിസ്റ്റൻസ് ഫ്രം ദ സെൻറ്റർ ടു ദ എക്സ് ആക്സിസ്? മക്കളെ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത് ഒരു ലൈനും ഒരു പോയിന്റും ഒരു ലൈനും തമ്മിലുള്ള ഡിസ്റ്റൻസ് എപ്പോഴും നമ്മൾ ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസാണ്. നിങ്ങളൊന്ന് വരച്ചു നോക്കിയാൽ മനസ്സിലാ. ഇവിടെ 4,3 ആണ്. ഇവിടെ നമ്മളെന്താണ് ഈ എക്സ് ആക്സിസ് എന്ന് പറയുമ്പോൾ x,0 എക്സ് എന്ത് വേണമാകാം. അപ്പോൾ നമ്മളെന്താ ഈ സെയിം എക്സ് എടുക്കുന്നത് 4,0 4,3 നമ്മുടെ ഡിസ്റ്റൻസ് 3 യൂണിറ്റ്സ് ആണ് വരിക. ഓക്കെ, ഇനി ഇത് റൈറ്റ് ദ കോർഡിനേറ്റ്സ് ഓഫ് ദ പോയിന്റ് വിച്ച് കട്ട്സ് ദി എക്സ് ആക്സിസ്. ഞാൻ എപ്പോഴും പറഞ്ഞിട്ടുള്ള ക്വസ്റ്റ്യൻ നമ്മൾ അതേ ക്വസ്റ്റ്യൻ അവിടെ പ്രാക്ടീസ് ചെയ്തിട്ടുണ്ട്, ഇവിടെയും ചെയ്തിട്ടുണ്ട്, ഇവിടെയൊക്കെ ചെയ്തിട്ടുണ്ട്. എക്സ് ആക്സിസ് കട്ടാവെന്ന് പറയുമ്പോൾ വൈന് 0 ഇട്ട് കൊടുക്കും. ഓക്കെ, അപ്പോൾ ഞാൻ നോക്കിയാൽ ഇവിടെ ഇക്വേഷൻ ഓഫ് സർക്കിൾ എഴുതി വൈന് 0 ഇട്ടു. അപ്പോൾ ഈ എക്സ് കിട്ടുന്നത് 8ഉം 0ഉം കിട്ടുക. ഫൈൻഡ് ദ കോർഡിനേറ്റ്സ്. 2 കോർഡിനേറ്റ്സ് ഉണ്ട്. ഓക്കെ, 8,0 ഉണ്ട്, 0,0 ഉണ്ട്. എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ പ്ലീസ് ഓക്കെ പറയണേ. ഇത് നമ്മുടെ സ്ഥിരം ഡയഗ്രമാണ്, നമ്മൾ പഠിപ്പിച്ചിട്ടുണ്ട്, ലൈവിലും ചെയ്തിട്ടുണ്ട്, പ്രത്യേകിച്ച് വീഡിയോ ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇത് ഈ ക്വസ്റ്റ്യൻ നല്ല രസമുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. ഇഷ്ടമുള്ള മെത്തേഡിൽ ചെയ്തോ. പക്ഷെ ഇതാണ് ഇവർ എക്സാം പേപ്പർ ഉണ്ടാക്കിയ ആൾ ഉദ്ദേശിച്ചു കേട്ടോ. ഇവിടെ നാച്ചുറൽ നമ്പേഴ്സ് സമ്മ് 210. ഓക്കെ, പിന്നെ നോക്കിയാൽ ഇതെന്താ സംഭവിക്കുന്നത്? ഈ സെയിം സീരീസ് 5 മൾട്ടിപ്ലൈ ചെയ്താൽ ഇത് 5, ഇത് × 5, ഇത് × 5, ഇത് × 5. അപ്പോൾ എന്ത് ചെയ്യുക? 5 × അത് ബ്രാക്കറ്റ് അങ്ങ് പുറത്തേക്ക് എടുക്കുക. 5 × 210 ആൻസർ കിട്ടി. ഇനി എന്താ ചെയ്യുന്നത്? ഈ സീക്വൻസിലൂടെ +3 ഓരോ ടേം +3 ചെയ്യും. അപ്പം 20 പ്രാവശ്യം +3 ആഡ് ചെയ്താൽ നമുക്ക് ഇത് കിട്ടും. ഓക്കെ, നിങ്ങൾ അല്ലാണ്ട് ചെയ്താലും കുഴപ്പമൊന്നുമില്ല, സമയം ലാഭിക്കാനാട്ടോ അത്. ഇനി ഈ സെയിം സീക്വൻസ് ഓരോന്നോരോന്ന് കുറയ്ക്കുക. 5 - 1 10 - 1 ചെയ്താൽ നിങ്ങൾക്ക് -20 വരും. കാരണം 20 ടേം ഉള്ളതുകൊണ്ട് 1030. അപ്പോൾ അതിൻ്റെ ഞാൻ പഠിപ്പിച്ചതിൻ്റെ പ്രൂഫ് നിങ്ങൾക്ക് ഇവിടെ ഉണ്ട്. സം ഓഫ് ഇതിന് ഡബിൾ ആണ് ഇത് +3 ആണിത്. ഓക്കെ, സെയിം നമ്മൾ നമ്മളിവിടെ പഠിച്ചിട്ടുണ്ട്. ഫോർമുല ഉപയോഗിച്ച് ചെയ്താലും കുഴപ്പമില്ല, നിങ്ങൾ പാറ്റേൺ ഉപയോഗിച്ച് ചെയ്താലും കുഴപ്പമില്ല. ഓക്കെ, ലെങ്ത് ഓഫ് റെക്ടാങ്കുലർ ഹോൾ മക്കളെ എന്താണ്? എക്സ് ഇസ് 5 മീറ്റർ മോർ ദാൻ പറയും. അപ്പോൾ നിങ്ങൾ എക്സ് വിട്ട് എടുക്കുക, x+5 എടുക്കുക, ഡയഗണൽ x+10 എടുക്കുക. ഇനി നിങ്ങൾ നമ്മൾ പൊതുവേ റെക്ടാങ്കിളിൽ കുറേ ക്വസ്റ്റ്യൻസ് ചെയ്യും. പക്ഷേ നോക്കിയാൽ പെരിമീറ്റർ ഓഫ് റെക്ടാങ്കിളും അതേപോലെ ഡയഗണൽ വെച്ചിട്ടുണ്ട്, AC ഡയഗണൽ വെച്ചിട്ടുള്ള അതേ ക്വസ്റ്റ്യൻസ് നമ്മൾ ചെയ്തിട്ടുണ്ട്. ഓക്കെ, ആകെ ഉപയോഗിക്കേണ്ട എന്താ? പൈത്തഗോറസ് തിയറം x² + x+5 x² x+10 നിങ്ങൾക്ക് ആൻസർ കിട്ടും. x15 -5 15 എടുത്താൽ മതി. ഓക്കെ, ആൻസർ കിട്ടി. ഓക്കെ, പിന്നെ ഇവിടെ 20 സെന്റിമീറ്ററും നിങ്ങളോട് ചോദിച്ച ലെങ്ത്തും ബ്രെഡ്ത്തും അത് ആൻസർ ചെയ്യാൻ മറക്കരുത്. 20 സെന്റിമീറ്റർ 50 സെന്റിമീറ്റർ. കോർഡിനേറ്റ്സ് ഓഫ് ഇത് രണ്ട് തന്നു. മിഡ് പോയിന്റ് കണ്ടുപിടിച്ച് മിഡ് പോയിന്റ് എന്താണ്? 11/2 9/2 ആണ്. ഇനി അത് വളരെ സിമ്പിളാണ്, എപ്പോഴും നമ്മൾ പഠിക്കുന്ന സാധനമാണ്. 2:3 റേഷ്യോ 3:2 റേഷ്യോ സെയിം ക്വസ്റ്റൻ അതേപോലെ അൽസാർ പഠിപ്പിച്ചിട്ടുണ്ട്. നമ്മൾ പഠിച്ച സാധനമാണ് റേഷ്യോ ക്വസ്റ്റൻ 5,4 ആണ് ആൻസർ വരിക. അടുത്ത ക്വസ്റ്റൻ ഡ്രോ റെക്ടാങ്കിൾ ഓഫ് സൈഡ് 7 സെന്റിമീറ്റർ. നമ്മൾ പഠിച്ചിട്ടുണ്ട് 7ഉം 3ഉം വരയ്ക്കുക. ഇന്നലെ പഠിച്ചോളൂ അല്ലേ? സോറി, ഇങ്ങനെ 7ഉം 3ഉം വരയ്ക്കുക. ഇതിങ്ങോട്ട് എക്സ്റ്റെൻഡ് ചെയ്യുക, സർക്കിൾ വരയ്ക്കുക. ഇത് തട്ടുന്ന സ്ഥലമാണ് സ്ക്വയർ വരിക. ഓക്കെ, ആ സ്ക്വയറിൻ്റെ സൈഡ് √21 ആണ് വരും. നിൽക്കാറ് 7 × 3. ഓക്കെ, അതൊക്കെ ഞാൻ പഠിപ്പിച്ചിട്ടുണ്ട്. ഇനി ഇവിടെ നമ്മൾ എന്താണ്? ഇങ്ങനത്തെ ടൈപ്പ് ക്വസ്റ്റൻ ആണ്. ഇവിടെ പെർപെൻഡിക്കുലർ ഇല്ല, നിങ്ങൾ കൺസ്ട്രക്ട് ചെയ്യേണ്ടി വരുന്നു എന്നുള്ള വ്യത്യാസമുള്ളൂ. നിങ്ങൾ ഉണ്ടാക്കുന്നു, sin 50 എടുക്കുന്നു, ഓപ്പോസിറ്റ് ബൈ ഹൈപ്പോട്ടനസ് sin 50 എടുക്കുന്നു. h എത്ര കിട്ടും? 6.16. ഏരിയ എന്ന് പറയുമ്പോൾ ½ BH ½ × 10 × ഇത്. ഓക്കെ, ആൻസർ 30.8 cm². ഓക്കെ, ആ ആൻസർ കൂടി നിങ്ങൾ ചെയ്ത് വെക്കാം. സെയിം 16th ക്വസ്റ്റ്യൻ ഇക്വലാറ്ററൽ ട്രയാങ്കിളും കോർഡിനേറ്റ്സും. അതേ ക്വസ്റ്റൻ നോക്കി, ഇക്വലാറ്ററൽ ട്രയാങ്കിളും കോർഡിനേറ്റ്സിന് നമ്മൾ എപ്പോഴും മിക്സ് ക്വസ്റ്റൻ ആണ് പ്രാക്ടീസ് ചെയ്യണമെന്ന് ഞാൻ പറഞ്ഞിരുന്നു അല്ലേ? അപ്പോൾ ഇവിടെ 60 ഡിഗ്രി നമ്മൾ ചെയ്യേണ്ട കാര്യം എന്താണ്? ഫൈൻഡ് ദ ലെങ്ത് ഓഫ് AB കണ്ടുപിടിച്ചു. ഓക്കെ, 4 യൂണിറ്റ്സ് ആണ്. ഇതൊക്കെ വൈകൾ സെയിം, അപ്പോൾ എക്സ് തമ്മിൽ വ്യത്യാസം 4 യൂണിറ്റ്സ് ആണ്. റൈറ്റ് ദ കോർഡിനേറ്റ്സ് ഓഫ് ദ മിഡ് പോയിന്റ് 3,3. ഓക്കെ, അത് കിട്ടും, വളരെ സിമ്പിളാണ്. ഇനി ഇവിടുന്ന് മേലേക്ക് പോകണം കേട്ടോ. എത്രയാ അത് കണ്ടുപിടിക്കണത്? ഇക്വലാറ്ററൽ ട്രയാങ്കിൾ ആണ്, സമഭുജം 60 90 30. അപ്പോൾ നമുക്ക് ഇത് കണ്ടുപിടിക്കാം. പെർപെൻഡിക്കുലർ നമ്മൾ ഉണ്ടാക്കണം കേട്ടോ. 13ന്റെ ഓപ്പോസിറ്റ് നമുക്കറിയാം 3 ആണെന്ന്. അപ്പോൾ 3, അപ്പോൾ 6ന്റെ ഓപ്പോസിറ്റ് 3√3. ശ്രദ്ധിക്കേണ്ട കാര്യം, കുറേ ആൾക്കാർ 3,3√3 എഴുതും. തെറ്റാണ് മക്കളെ. കാരണം എന്താണ്? ഇവിടെ ഓൾറെഡി 3,3 ഉണ്ട്, അവിടെ നിന്ന് മേലേക്ക് 3√3 പോകുന്നുണ്ട് അല്ലേ? അപ്പോൾ എന്താ സംഭവിക്കുന്നത്? 3 ഇവിടെ എക്സ് സെയിം ആണ്. ഈ വൈന്ന് 3rd ഫ്ലോറിൽ നിന്ന് പിന്നെയും 3√3 കയറണം. അപ്പം 3rd ഫ്ലോർ + 3√3 ഇങ്ങനെ എഴുതാം, അല്ലെങ്കിൽ ഇങ്ങനെ എഴുതാം. എല്ലാം കറക്റ്റാണ് കേട്ടോ. റെഡി? അത് കിട്ടി. The diameters of 2 hemisphere are ratio 3/2. Question നോക്ക്, diameter of 2 hemisphere 1/2. കണ്ടോ?
സെയിം ക്വസ്റ്റ്യൻ റേഡിയ ചോദിക്കുന്നു, റേഷ്യോ ഓഫ് ദർ വോളിയൂംസ് ചോദിക്കുന്നു, അതും ഇതിലുണ്ടെന്ന് തോന്നുന്നില്ലേ. ദ ഫസ്റ്റ് സ്ഫിയർ ദ 10 ആണെങ്കിൽ സെക്കൻഡ് ദ ഫസ്റ്റ് സ്ഫിയർ 108 ആണെങ്കിൽ സെക്കൻഡ് വോളിയം എത്രയാണെന്ന് കണ്ടുപിടിക്കണം. അതിന്റെ ക്വസ്റ്റ്യൻ ആൻസർ. ഇപ്പോഴെങ്കിലും വിശ്വാസമായെങ്കിൽ ലൈക്ക് ബട്ടൺ അടിക്കുക, ഒരു കമൻറ്റ് ലീവ് ചെയ്യുക. നിങ്ങൾ വന്ന് പഠിച്ച് കണ്ടുപോയവരൊക്കെ ആണെങ്കിൽ വളരെ സിമ്പിൾ ആയിരിക്കും അല്ലേ. അപ്പോൾ നിങ്ങളും തന്നെ ഒന്ന് എനിക്ക് പറഞ്ഞ നിങ്ങളുടെ ഫീഡ്ബാക്ക്. ഓക്കെ, ദാ A box contains red bleeds and blue beads. 16 red ആണ് ഇത്. ക്വസ്റ്റ്യൻ ആൻസർ എന്താണ്? സി നമ്മൾ ചെയ്യേണ്ടത്രേ ഉള്ളൂ. 16 റെഡ് ഉണ്ട്, എക്സ് ബ്ലൂ ആണെന്ന് വിചാരിച്ചു. അപ്പോൾ ടോട്ടൽ എത്രയാ? ടോട്ടൽ 16 + x എടുക്കുക. അപ്പോൾ റെഡ് കിട്ടാൻ സാധ്യത നിങ്ങൾ എക്സ് സോൾവ് ചെയ്ത് x 8 കിട്ടും. സംശയം ഉണ്ടെങ്കിൽ ഇതാ പഠിപ്പിച്ചിട്ടുണ്ടോ? എന്താ 27 ഗ്രീൻ ബീഡ്സ് ഉണ്ട്, 1/3 ഇതാണ്. സെയിം ക്വസ്റ്റ്യൻ, കളർ മാറ്റി നമ്പർ മാറ്റി, വേറെ ഒന്നുമില്ല അല്ലേ. നമ്മൾ ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യനാണ്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് എക്സ് കിട്ടിയത് 1/3 ആണ് ബ്ലൂവിൻ്റെ സാധ്യത, അല്ലെങ്കിൽ 8/24. ഈ 4 റെഡ് ബീഡ്സ് മക്കളെ, റെഡിൻ്റെ സാധ്യത എന്തായിരുന്നു നിങ്ങൾക്കറിയാം, 16/24. ഓക്കെ, ഇനി 4 റെഡ് ബീഡ് ഒഴികെ ഇവിടുന്ന് 4 കുറയും, ടോട്ടലിന് 4 കുറയും. അപ്പോൾ എന്താണ് 12/20 ഇങ്ങനെ എഴുതണം കേട്ടോ. ടോട്ടലിനും കുറയ്ക്കാൻ മറക്കരുത്. ടാൻജന്റിന്റെ ഈ ഡയഗ്രാം ക്വസ്റ്റ്യൻ എങ്ങനെയാണ് സോൾവ് ചെയ്യാം? ഈ ആംഗിളും സെയിം ആണ്, കാരണം ഇത് രണ്ടും സെയിം ആണ്, ടാൻജന്റ് ആണ്, രണ്ടും സെയിം ആണ്. ഓക്കെ, ഈ ആംഗിളും സെയിം ആണ്, ഇതും എന്താണ് ആ ട്രിക്കിന്റെ പേര്? x ഈക്വൽ ആണ്. ഇതിന് ഡബിൾ ആണ്, അപ്പോൾ എന്താണ് ഇവിടെ ഡബിൾ ആയി. ആൻഡ് ഇവർ തമ്മിൽ സപ്ലിമെന്ററി ബന്ധമാണ്. കഴിഞ്ഞു. ഓക്കെ, എല്ലാ ആംഗിൾസ് ഇതാ. അത് പഠിപ്പിക്കുന്ന എനിക്ക് അവിടെ 10 ഫോട്ടോ വെക്കായിരുന്നു, പക്ഷെ ഒരെണ്ണം വെച്ചിട്ടുള്ളൂ. സെയിം ടൈപ്പ് ക്വസ്റ്റ്യൻ എന്താ, ഈ ആംഗിൾ ചോദിച്ചു, ഇവൻ ചോദിച്ചു, ഇവർ സപ്ലിമെന്ററിയും ചോദിച്ചു. ഓക്കെ, ഇങ്ങനത്തെ കുറേ പ്രാവശ്യം നമ്മൾ ക്വസ്റ്റ്യൻ ചെയ്താൽ കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ, പോളിനോമിയൽസ് ശരിക്കും ഒരു ഡേ എപ്പോഴും ക്വസ്റ്റ്യൻ വരുള്ളൂ, അത് തന്നെ വന്നിട്ടുള്ളൂ അല്ലേ. ദാ ഇവിടെ P(3) ചോദിച്ചു അല്ലേ. P(3) ചോദിച്ചപ്പോൾ നിങ്ങൾക്ക് എത്ര കിട്ടി? ആൻസർ 0 കിട്ടി. അപ്പോൾ എന്താ P(3) ഒരു സൊല്യൂഷൻ ആണ്, x-3 ഒരു ഫാക്ടർ ആണെന്നൊക്കെ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. ഓക്കെ, റൈറ്റ് ദ ഫസ്റ്റ് ഡിഗ്രി ഫാക്ടർ ഓഫ് P(x - P(3). മക്കളെ, P(x)ൽ നിന്ന് P(3) കുറയ്ക്കാന്ന് പറഞ്ഞാൽ 0 കുറയ്ക്കാന്നല്ലേ. ഞാൻ ഒന്നുകൂടി ചെക്ക് ചെയ്യട്ടെ. 9 - 21 + 12 എന്നാ 0 തന്നെയാണ്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് എന്താണ് ഇവിടെ P(3) കുറയ്ക്കാന്ന് പറയുമ്പോൾ 0 കുറച്ചിട്ട് ഒരു വ്യത്യാസമല്ല, സെയിം സാധനം. ബേസിക്കലി P(x - P(3) എന്ന് പറഞ്ഞാൽ ഇവൻ തന്നെയാണ്. അവൻ്റെ ഒരു ഫാക്ടർ എന്താണ്? നമ്മളൊരു ട്രിക്ക് പഠിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ. P(x - P(a) ആണെങ്കിൽ x-a ഫാക്ടർ ആണ്. അപ്പോൾ P(x - P(3) എന്ന് പറയുമ്പോൾ x-3 ഫാക്ടർ ആണ്. എപ്പോഴും അങ്ങനെ വരിക. ഫൈൻഡ് ദ സൊല്യൂഷൻ. മക്കളെ, ഇതന്നെയാണ് P(x - P(3). ഇവന്റെ സൊല്യൂഷൻ എന്താണ്? 7 ആഡ് ചെയ്യുമ്പോൾ കിട്ടുന്ന 2 നമ്പർ വേണം, മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 12 കിട്ടുന്ന നമ്പർ. നമ്മൾ ഈ സെയിം സാധനം, സെയിം നമ്പർ, എനിക്ക് ആക്ച്വലി ഈ സെയിം നമ്പറുള്ള ക്വസ്റ്റ്യൻ ഞാൻ പെട്ടെന്ന് കണ്ടുപിടിച്ചപ്പോൾ കിട്ടിയില്ല. സെയിം നമ്പർ 3ഉം 4ഉം വെച്ചിട്ട് ഞാൻ പ്രാക്ടീസ് ചെയ്യിപ്പിച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് ഓർമ്മയുണ്ടെങ്കിൽ അഗ്രി എന്ന് പറയാം. ഓക്കെ, ഈ ടൈം ഇട്ടിട്ട് അഗ്രി എന്ന് പറയാം. 12 minutes 13 അഗ്രി എന്ന് പറഞ്ഞിട്ട്, കാരണം ഈ 3ഉം 4ഉം വെച്ചിട്ടുള്ള സെയിം ക്വസ്റ്റ്യൻ ഞാൻ നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്യാൻ തന്നിട്ടുണ്ടായിരുന്നു ലൈവിൽ തന്നെ. ഓക്കെ, ഈ സ്ക്രീൻഷോട്ടൊക്കെ 2 ലൈവിൽ നിന്ന് മാത്രമായിട്ട് എടുത്തത്, അല്ലാണ്ട് വർഷം മൊത്തമുള്ള ലൈവുകളിൽ നിന്നല്ല. ഓക്കെ, എനിക്കൊരു പോയിന്റ് പ്രൂവ് ചെയ്യാനുണ്ട്. നിങ്ങൾ ഈ 2 ലൈവിൽ വന്ന് പഠിച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ സിമ്പിളായിട്ട് ഫുൾ മാർക്ക് A+ കിട്ടിയായിരുന്നു. എക്സാമുകളുടെ പെർഫോമൻസും മാറ്റർ ചെയ്യും കേട്ടോ, അത് വേറെ കാര്യം. ടെൻറ്റ് ഇൻ ദ ഷേപ്പ് ഓഫ് ഈ സെയിം ടെൻറ്റ് ക്വസ്റ്റ്യൻ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് 1 ഷോട്ട് ക്ലാസ്സിലോ ബാച്ചിലോ ക്ലാസ്സിലായിരുന്നു. പക്ഷേ ടെൻറ്റ് അല്ലാതെ നിങ്ങളുടെ സ്ക്വയർ പിരമിഡ് എല്ലാം ക്വസ്റ്റ്യൻസ് നമ്മളിവിടെ ചെയ്തിട്ടുണ്ട്. സ്ക്വയർ പിരമിഡിൻ്റെ കുറേ ക്വസ്റ്റ്യൻ ചെയ്തിട്ടുണ്ട്. ഇവിടെ 2 കാര്യങ്ങളുണ്ട്. നിങ്ങൾ LSA ടെൻറ്റ് പൊതുവേ സൈഡുകൾ മാത്രമാണ് വിചാരിക്കുന്നതെങ്കിൽ LSA എടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് 240 m² കിട്ടും. അങ്ങനെയാണ് കോസ്റ്റ് നിങ്ങൾ 81,600 വരും. ഇനിയിപ്പോൾ ചിലവർ പറയുന്നത് സാർ ചില ടെൻറ്റിൽ നിലമുണ്ടല്ലോ. നിലമുണ്ട്, നിങ്ങൾ ഏതെങ്കിലും ഒരെണ്ണം എഴുതിയാൽ മതി. TSA എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് 384 കിട്ടും. അപ്പോൾ 1,30,560 കിട്ടും. നിങ്ങൾ ഇഷ്ടമുള്ള ഏതെങ്കിലും ഒരെണ്ണം എടുത്താൽ മതി. എനിക്ക് ഒന്ന് 2 മാർക്ക് കിട്ടുന്നു, കാരണം അവർ പറഞ്ഞിട്ടില്ല അല്ലേ. സ്ക്വയർ പിരമിഡാണ്, നിലത്തിൻ്റെ നിലം ഉണ്ടോ ഇല്ലയോ എന്ന് പറഞ്ഞിട്ടില്ല അല്ലേ. റെഡി, അതുകൊണ്ട് നമുക്ക് പറയാൻ പറ്റില്ല. ക്യാൻവസ് ഓഫ് ദ 10 എന്ന് പറയുമ്പോൾ സൈഡ് ആവാൻ ചിലപ്പോൾ നിലം കൂട്ടാം, എനിക്കറിയില്ല. ഓക്കെ, ദ 6th ടേം ആൻഡ് 27th 2 ടേം തന്നു, കോമൺ ഡിഫറൻസ് കിട്ടി 4. ഓക്കെ, അതാ 2 ടേം തന്നു, കോമൺ ഡിഫറൻസ് കണ്ടുപിടിക്കണം. എന്താണ് ആൽജിബ്രൈക് ഫോം കണ്ടുപിടിക്കണം, 31st ടേം കണ്ടുപിടിക്കും. ഓക്കെ, ഡിഫറൻസ് കിട്ടി, ഫസ്റ്റ് ടേം 7 കിട്ടി, എന്നിട്ട് എന്താണ് ആൽജിബ്രൈക് ഫോം കിട്ടി 4n + 3. ഓക്കെ, ഇനി ശ്രദ്ധിക്കേണ്ട കാര്യം 31st സം വെച്ച് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇക്വേഷൻ ഫോർമുലേറ്റ് ചെയ്ത് കണ്ടുപിടിക്കാം. 31st സം ചോദിക്കാൻ കാരണം ക്വസ്റ്റ്യനിൽ 16th തന്നിട്ടുണ്ട്. 31 × മിഡിൽ ടേം ആയ 16 ചെയ്താൽ 2077 കിട്ടും, അല്ലെങ്കിൽ നിങ്ങൾ ഫോർമുല ഉപയോഗിച്ചാൽ 2077 കിട്ടും. ഓക്കെ, ഇനി അടുത്തത് ഈ ടൈപ്പ് ക്വസ്റ്റ്യൻ നമ്മുടെ മോഡലിൽ വന്ന അതേ ക്വസ്റ്റ്യൻ ആണ്. അതുപോലെ നമ്മൾ പ്രാക്ടീസും കുറേ ചെയ്തിട്ടുണ്ട് കേട്ടോ, ഇന്നലത്തെ മിനിയാത്തെ ലൈവിലൊക്കെ. ഓക്കെ, ഇവിടെ ചെയ്യുന്നുണ്ടെന്ന് വെച്ചാൽ ഇത് 2 ആണ്, ഇത് 2√3 അല്ലേ. 60, 30, 90. ഓക്കെ, 13 ഓപ്പോസിറ്റ് ആണെങ്കിൽ 2√3. അപ്പോൾ നിങ്ങൾ 2,2√3 എഴുതുക. ഇത് 4 ആണ്. അതേ സെയിം സാധനം ഇവിടേക്ക് വരും. സെയിം സാധനം മക്കളെ, ഇത് ഇങ്ങോട്ടാണ്. ഈ 2 ട്രയാങ്കിളും ഈക്വൽ ആണെന്ന് അറിയാമല്ലോ. കാരണം എങ്ങനെയാണ്? കാരണം ഇത്ര ഉള്ള സിമ്പിളാണ്. സംശയം ഉണ്ടെങ്കിൽ ഇവിടെ 60 ഡിഗ്രി, കാരണം വെർട്ടിക്കലി ഓപ്പോസിറ്റ് ആംഗിൾസ്. ഓക്കെ, ഇത് 90 ഡിഗ്രി. ഓക്കെ, 90 ഡിഗ്രി. ഓക്കെ, അപ്പോൾ പിന്നെ 30. അപ്പോൾ സിമിലർ ആണെന്ന് മനസ്സിലായി. ഓക്കെ, ഇനി എന്താണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്? ഈ 4ഉം ഈ 4 ഈക്വൽ റേഡിയസ് ആണ്. അപ്പോൾ ഒരു സൈഡ് ഈക്വലും മറ്റേ സൈഡ് ഈക്വൽ സെയിം ട്രയാങ്കിൾ എന്താണ്? സിമിലർ ട്രയാങ്കിൾ ആണ്, ഈക്വൽ ട്രയാങ്കിളാണ്. ഇത് 2 ഈക്വൽ ട്രയാങ്കിൾ. അപ്പോൾ ഇങ്ങോട്ടേക്ക് 2 പോകുന്നു, ഇങ്ങോട്ടേക്ക് 2√3 പോകുന്നു. അപ്പോൾ -2 -2√3. ഓക്കെ, അപ്പോൾ ആൻസർ അത് കിട്ടി. 4 യൂണിറ്റ്സ്. സർക്കിളിൻ്റെ സെൻറ്റർ x² + y² 4² വരെ 4 ആണ് സെൻറ്റർ. ശ്രദ്ധിക്കേണ്ടത് x² - x - 0 എന്താ വരാത്തത്? ഒറിജിൻ ആയതുകൊണ്ട്.
പിന്നെ ഇത് നമ്മൾ എഴുതി കഴിഞ്ഞു. അടുത്ത ക്വസ്റ്റ്യൻ, ബേസ് റേഡിയസ് ഓഫ്, ഞാൻ ഇതിൻ്റെ സ്ക്രീൻഷോട്ട് വെച്ചിട്ടില്ലേ, ഐ എം സോറി മക്കളെ, നമ്മളെപ്പോഴും സ്ഥിരം ടൈപ്പ് ചെയ്യുന്ന ക്വസ്റ്റ്യൻ ആണ്. ഇതിന് എന്നിൻ്റെ ക്വസ്റ്റ്യൻ നമ്മൾ എനിക്ക് തോന്നുന്നത് ഇന്നലത്തെ അല്ല 5 hour അല്ല 12 hour 10 hour ലൈവിൽ ചെയ്തിട്ടുണ്ട്. ഒന്ന് പോയി ചെക്ക് ചെയ്യും, ഞാൻ സ്ക്രീൻഷോട്ട് ഒക്കെ മറന്നു കേട്ടോ, സോറി. ദ ബേസ് റേഡിയസ് ഓഫ് ദ മെറ്റൽ കോൺ ഇസ് 12. ഇത് സ്മോൾ ലെറ്റർ R ആണ് 12. ഓക്കെ, ഹൈറ്റ് തന്നിട്ടുണ്ട് 18. നമുക്ക് റീകാസ്റ്റ് ഇൻ ടു സ്ഫിയേഴ്സ് എന്ന് തന്നു കേട്ടോ. അപ്പം കുറേ എണ്ണം ഉണ്ട്. അപ്പോൾ ഫോർമുല എങ്ങനെ വരാം? വോളിയം ഓഫ് 1 കോൺ എത്രയാണ്? 886 പൈ ആണ് വരിക. ഓക്കെ, ഇനി n1/3 πr²h. ഓക്കെ, ഇനി ശ്രദ്ധിക്കേണ്ടത് വോളിയം ഓഫ് കോൺ ഇസ് ഈക്വൽ ടു, നമ്മൾ ഒരു സ്ഫിയർ അല്ല ആക്കുന്നത്, കുറേ സ്ഫിയർ. അപ്പോൾ n ഇൻറ്റു വോളിയം ഓഫ് സ്ഫിയർ. അപ്പോൾ നമ്മളോട് പറഞ്ഞ വോളിയം ഓഫ് സ്ഫിയർ എത്രയാണ്? 3 സെൻറ്റിമീറ്റർ റേഡിയസ് കേട്ടോ. അപ്പോൾ ഒരു വോളിയം എത്രയാണ്? വോളിയം ഓഫ് ഒരു സ്ഫിയർ 36 പൈ ആണ്. അപ്പോൾ നോക്കിയേ, 864 പൈ ആണ് ടോട്ടൽ, ഇസ് ഈക്വൽ ടു n ഇൻറ്റു 36 പൈ ഓരോ വോളിയം. അപ്പോൾ എത്രയാണ്? n എന്ന് പറയുമ്പോൾ 24 കിട്ടും. എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെന്ന് കറക്റ്റ് ചെയ്യണം. നമ്മുടെ ഡെയിലി വേജ് വർക്കേഴ്സ് സെയിം ടൈപ്പ് ക്വസ്റ്റ്യൻ നമ്മൾ ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ സ്ക്രീൻഷോട്ട് ഞാൻ വെക്കണം എന്ന് വിചാരിക്കുന്നില്ല, മറന്നുപോയി. അപ്പോൾ നിങ്ങൾക്ക് അറിയില്ലേ, എന്നെ വിശ്വാസമുണ്ട്, നിങ്ങൾക്ക് അറിയാം അല്ലേ. ഇന്നലെ നമ്മൾ 2 ക്വസ്റ്റ്യൻ പ്രാക്ടീസ് ചെയ്തു. 5 മണിക്കൂർ 10 മണിക്കൂർ ലൈവിൽ എനിക്ക് 3 ക്വസ്റ്റ്യൻ പ്രാക്ടീസ് ചെയ്ത് ടേബിൾ തന്നെ. ഓക്കെ, അപ്പോൾ സെയിം മെത്തേഡ് തന്നെയാണ്. CF വരയ്ക്കുക. ഇവിടെ ഞാൻ മാർക്ക് ചെയ്തപ്പോൾ പോയി ഇവിടെ എത്രയായിരുന്നു നമ്മുടെ നമ്പർ വരിക? 19, 29. പക്ഷെ ഇവിടെ എത്രയാണ്? 20 മുതൽ 29 വരെ. ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഫസ്റ്റ് ആളെ ചോദിക്കും, അതാണ് നമ്മുടെ 20ാമത്തെ ആൾ. ടോട്ടൽ 49 ആൾക്കാരുണ്ട്. നമുക്കറിയാം 25ാമത്തെ ആളാണ് ഓഡ്, നടുക്കായിട്ട് ഓടാണ്. 25ാമത്തെ ആളാണ് മീഡിയം വരിക. ഫസ്റ്റ് ആളെ ചോദിക്കുമ്പോൾ എന്താ? X20 is equal to L plus D/2. അത് എത്രയാണ്? 500 പ്ലസ് D എന്ന് പറയുമ്പോൾ എത്രയാണ് മക്കളെ? 10ന്റെ പകുതി 10/2. അപ്പോൾ എത്ര? 505. ഓക്കെ, 505 വന്നു. അതൊക്കെ നമ്മൾ ഡീറ്റെയിൽസ് കൊടുത്തിട്ടുണ്ട്. അക്കോർഡിംഗ് ടു അസംപ്ഷൻ 20th വർക്ക് കിട്ടി മീഡിയൻ വേജ്. ഇനി നമുക്ക് 20th ആൾ കിട്ടി. 25th ആൾ എന്താണ്? 20 + 5D. അപ്പോൾ 505 + 50. അപ്പോൾ 555 ആണ് മീഡിയൻ വേജ് കിട്ടുന്നത്. നിങ്ങൾക്ക് എന്തെങ്കിലും കറക്ഷൻ തോന്നുകയാണെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക. സിമ്പിൾ മെത്താണ്, സിമ്പിൾ ക്വസ്റ്റൻ ആണ് കേട്ടോ. ഡ്രോ സർക്കിൾ ഓഫ് റേഡിയസ് 2 cm. ഡ്രോ ട്രയാങ്കിൾ വിത്ത് എന്താണ്? ഓൾ സൈഡ്സ് ടാൻജന്റ്. ഇങ്ങനെയാണ് വേണ്ടത്. അപ്പോൾ നമ്മളിവിടെ 55 ആണെങ്കിൽ സപ്ലിമെൻ്ററി ആംഗിൾ ഇവിടെ എത്രയാണ്? 125. ഇവിടെ 125 വരയ്ക്കുക ചെയ്യാം. 75 ആണെങ്കിൽ 105 വരയ്ക്കുക, ബാക്കി കിട്ടിക്കോളൂ. ഓക്കെ, ടാൻജന്റ് വരയ്ക്കാം. ഇത് രസകരമായ ക്വസ്റ്റൻ ആണ്, സിമ്പിളാണ്. നിങ്ങൾ കണ്ട പേടിയാവും, പക്ഷേ സിമ്പിളാണ്. ആദ്യം നിങ്ങൾ AB-യും CD-യുടെ കാര്യം മാത്രമല്ല. അപ്പോൾ നിങ്ങൾ PA PBC ഇത് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കിട്ടും PC 4.5. PC 4.5. ഇനി നിങ്ങൾ ചെയ്യേണ്ടത് എന്താണ്? ഈ AB-യും ഇതും ഉപയോഗിക്കുക. ABയോ CD ഏതെങ്കിലും ഉപയോഗിച്ച് AB-യും MN ഞാൻ ഉപയോഗിച്ചു കേട്ടോ. അപ്പോൾ എന്താണ്? PA PBC PM PN. എന്താണ്? PA PBC PM PN. അപ്പോൾ X ഇത് രണ്ട് ഈക്വൽ ആണെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ X എടുത്തു. X² 36, X 6 ആണെന്ന് കിട്ടി. ക്വസ്റ്റ്യൻ ചോദിച്ചത് പക്ഷേ MN-ന്റെ ലെങ്ത്താണ്. 6 എഴുതി നിർത്തരുത്. MN എന്ന് പറയുമ്പോൾ 6 + 6 12 സെൻറ്റിമീറ്റർ. അത് എഴുതാൻ മറക്കരുത് കേട്ടോ. അത് കഴിഞ്ഞു. കമ്മിങ് ടു ദിസ് ലാസ്റ്റ് 2 ക്വസ്റ്റ്യൻസ് മക്കളെ. ഈ ക്വസ്റ്റ്യനും നമ്മൾ സെയിം സാധനം പ്രാക്ടീസ് ചെയ്തിട്ടുണ്ട്. വ്യത്യാസം എന്താണ്? നമുക്ക് പൊതുവേ കിട്ടുന്ന ആംഗിൾസ് അല്ല, പക്ഷേ നിങ്ങൾക്ക് ഈ സെയിം ട്രിക്ക് ഉപയോഗിക്കാറ്. നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. പണ്ടത്തെ ക്വസ്റ്റ്യനിൽ ഇവിടെ നോക്കിയിട്ട് പുറകിലേക്ക് നടക്കാമെന്ന് പറഞ്ഞാൽ, ഈ ക്വസ്റ്റ്യനിൽ ഇവിടെ നോക്കിയിട്ട് മുന്നോട്ട് നടക്കാമെന്ന് പറഞ്ഞാൽ. ഇവിടെ 35 ആണ്. ഇതാണ് നിങ്ങൾ വരയ്ക്കേണ്ട ഡയഗ്രാം. ഇത്രയും കോംപ്ലിക്കേഷൻസ് വേണ്ട, ഞാൻ നിങ്ങൾക്ക് കുറച്ച് കൂടുതൽ ഇട്ടുന്നുള്ളൂ. ഇവിടെ 25 അല്ലേ. ഇവിടെ 110 ഡിഗ്രി ആണല്ലോ, സപ്ലിമെൻ്ററി ആംഗിൾ ഉണ്ട്. ഇവിടെ 35 വരും. ഇതൊരു ഐസോസിലസ് ട്രയാങ്കിളാണ്. അപ്പോൾ 25 ഈക്വലായി. ഈ ട്രയാങ്കിൾ മാത്രം നിങ്ങൾ സൈനോ കോസോ 25 ഉപയോഗിക്കുക. ഓക്കെ, സൈനും കോസ്. സൈൻ 75 ഉപയോഗിച്ചാൽ നിങ്ങൾക്ക് X/25 കിട്ടും. നിങ്ങൾക്ക് അത് കിട്ടും. ഓക്കെ, സൈൻസ് ഇത് കിട്ടിയാൽ നിങ്ങൾക്ക് X കിട്ടി. പക്ഷേ X ഇതല്ല ആൻസർ കേട്ടോ. നിങ്ങൾ 23.5 എടുക്കരുത് ബിൽഡിങ്ങിൻ്റെ ഹൈറ്റ്. നമ്മൾ ആ കുട്ടീൻ്റെ 1.6 മീറ്ററും കൂടി ആഡ് ചെയ്യണം. അപ്പോൾ 25.1 മീറ്റർ കിട്ടും. ആൻഡ് നിങ്ങൾ cos 70 ഉപയോഗിച്ചാൽ എന്താ? 70 അടുത്തുള്ള ഈ ഡിസ്റ്റൻസ് കേട്ടോ. 70 ഡിഗ്രി നോക്കിയ ഡിസ്റ്റൻസ് y അല്ല, ഞാൻ ഇവിടെ D ഉണ്ട് കേട്ടോ. എൻ്റെ ഡയഗ്രത്തിൽ ചെറിയ തെറ്റുണ്ട്. D. ഓക്കെ, ആ ഡിസ്റ്റൻസ് ഈ D അല്ല കേട്ടോ. ഈ D നമുക്ക് വേണ്ട, ഞാൻ വിചാരിച്ചത് തെറ്റിപ്പോയതാണ്. ഈ D അല്ല. ഈ D കിട്ടണമെങ്കിൽ എന്താണ്? cos 70. അപ്പോൾ ഇത് ചെയ്യാം. ഓക്കെ, adjacent by 25 ചെയ്യുക. ആൻസർ 8.5 മീറ്റർ കിട്ടി. എനിക്കൊന്ന് എല്ലാ ആൻസറും ചെയ്യാം. ഹൈറ്റ് ഓഫ് ബിൽഡിംഗ് ആൻസർ ചെയ്തു. ഡിസ്റ്റൻസ് വെൻ ദ എലിവേഷൻ 70 അത് ചെയ്തു. ഡ്രഫ് ഡയഗ്രാം കഴിഞ്ഞു. ഓക്കെ, സെയിം ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ്. ഇനി ലാസ്റ്റ് ഇത് ഇത്രയേ ഉള്ളൂ മക്കളെ. നമ്മൾ +1 പഠിക്കുന്ന സാധനം 10th CBSE കുട്ടികൾക്കും പഠിക്കുന്ന സാധനം. പക്ഷേ നമുക്ക് ഔട്ട് ഓഫ് സിലബസ് പോലെ. പക്ഷേ ഇത് ഞാൻ പറഞ്ഞു 29ാമത്തെ ക്വസ്റ്റ്യൻ എപ്പോഴും ക്വസ്റ്റ്യൻ കണ്ട് ആൻസർ ചെയ്യാൻ പറ്റും അല്ലേ. sin x into cos x, cosec x. cosec എന്ന് പറയുമ്പോൾ 1/sin. അപ്പോൾ sin into 1/sin എത്ര? 1 കിട്ടി. cosec 60 എന്ന് പറയുമ്പോൾ മക്കളെ cosec 60 എന്ന് പറയുമ്പോൾ 1/sin 60. sin 60 എന്ന് പറയുമ്പോൾ √3/2. അപ്പോൾ 1/√3/2 എന്ന് 2/√3 കഴിഞ്ഞു. cot 45 എന്ന് പറയുമ്പോൾ 1/tan 45 നമുക്ക് ഇവിടുന്ന് കിട്ടും. ഓക്കെ, അപ്പോൾ 1/1 1 ആണ്. sec 60 - cosec 60. ഓക്കെ, sec 60 എന്ന് പറയുമ്പോൾ 1/cos 60, അതാണ് 1/1/2. ആൻഡ് sin 30 ആൻസറിൻ്റെ അവസാനം 0 കിട്ടും മക്കളെ. അപ്പോൾ ഇതെല്ലാം നമ്മൾ ആൻസർ ചെയ്തു. ആൻസർ കീ കിട്ടിയെന്ന് വിചാരിക്കുന്നു. ഇത് PDF വേണമെങ്കിൽ നിങ്ങൾക്ക് PDF വെച്ച് ചെക്ക് ചെയ്യണമെങ്കിൽ നിങ്ങൾ PDF ഒന്ന് കമൻറ്റ് ചെയ്താൽ മതി. ഞാൻ തരാം, ഡിസ്ക്രിപ്ഷൻ തരാം. അപ്പോൾ 2 ലൈവും കൊണ്ട് നമ്മൾ മൊത്തം പഠിച്ചു. നിങ്ങൾക്ക് എങ്ങനെ ഉണ്ടായിരുന്നു ആൻസർ കമൻറ്റ് ചെയ്യുക. ഓക്കെ, പിന്നെ ഈസിയാന്ന് പൊതുവേ ഞാൻ വിചാരിക്കുന്നു. പിന്നെ മക്കളെ
നിങ്ങൾക്ക് അടുത്ത എക്സാംസിന് എല്ലാ ക്ലാസ്സും എക്സാമിനർ പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. പിന്നെ അലൻ സാറിൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ വേറെ ഫൈനാൻഷ്യൽ ചാനലുണ്ട്, അതും കൂടി സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ. പിന്നെ വീണ്ടും റിമൈൻഡ് ചെയ്യാണ്, +1 ഇങ്ങനെ ആയിരിക്കില്ല. +1 നിങ്ങൾ പോയി ചാനലിൽ പോയി നോക്കിയാൽ മനസ്സിലാവും വീണ്ടും ചതി എന്ന് പറഞ്ഞിട്ടൊരു വീഡിയോ. എന്താണ് കാരണം ടഫ് ഭയങ്കരമായിട്ട് കൂട്ടി വിത്തൗട്ട് എക്സ്പെക്ടേഷൻ മോഡലിൽ. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് +1 നിങ്ങൾ എത്തുമ്പോൾ വളരെ ക്ലിയർ പാറ്റേൺ ഉണ്ട്, ടഫ് ആയിക്കൊണ്ടിരിക്കുകയാണ് എക്സാം പേപ്പർ. അപ്പോൾ നിങ്ങൾ എത്തുമ്പോഴത്തേക്ക് ഞാൻ ഗ്യാരണ്ടിയാണ്, എല്ലാ പേപ്പറും തന്നെ ടഫാവും. അത് തലേ ദിവസത്തെ ഒരാഴ്ച ലൈവ് കണ്ടുകൊണ്ട് മാത്രം കാര്യമില്ല, ആദ്യം തന്നെ പഠിച്ചു തുടങ്ങണം. +1 എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ 10ാം ക്ലാസ്സിൽ 4 or 5 ഇരട്ടി ഉണ്ടാവും. അപ്പം നിങ്ങൾ അടിപൊളിയായിട്ട് പഠിക്കുക ആദ്യം മുതൽ. അപ്പോൾ അതിന് വേണ്ടി എക്സാമിനർ ബാച്ച് ഉണ്ട്, നിങ്ങൾ എവിടെയെങ്കിലും ആദ്യം മുതൽ പഠിച്ചാൽ മതി. ഇപ്പോൾ എക്സാമിനർ ബാച്ച് നിങ്ങൾക്ക് താല്പര്യമുണ്ട്, ഇഷ്ടമാണ് നമ്മുടെ എക്സാമിനർ ഫാക്കൽറ്റി, നിങ്ങൾ വേഗം തന്നെ ജോയിൻ ചെയ്തോ. ഇപ്പോൾ ജോയിൻ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ബുക്സ് സ്റ്റഡി മെറ്റീരിയൽസും കിട്ടും, 1000 രൂപ വർത്തുള്ള ഫ്രീ ആയിട്ട് കിട്ടും, 1200 രൂപേൻ്റെ വർത്ത് ഫ്രീ ആയിട്ട് കിട്ടും. അത് ഫീസിൻ്റെ ഇൻക്ലൂഡഡ് ആണ്. അപ്പോൾ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ട് വേഗം തന്നെ ജോയിൻ ചെയ്യാം. എൻട്രൻസ് എക്സാമിൻ്റെ ബാച്ചസും ഉണ്ട്. സോ ഹോപ്പ്ഫുള്ളി നിങ്ങളുടെ എക്സാം എല്ലാവർക്കും ഈസി ആണെന്ന് വിചാരിക്കുന്നു. ഇവാലുവേഷനൊക്കെ സിമ്പിൾ ആയിരിക്കും എന്ന് വിചാരിക്കുക. ഓവർ ടെൻഷൻ അടിക്കേണ്ട, അടുത്ത എക്സാം ഫോക്കസ് ചെയ്യുക, അടിപൊളിയായിട്ട് പഠിക്കുക. കമൻറ്റ് ചെയ്യാൻ മറക്കണ്ട. താങ്ക് യു, ബൈ ബൈ ആൻഡ് ടേക്ക് കെയർ.